കാശീബൻ ഭക്തിയോ കദ്രുവിൻ സന്തതി വേഷാതിരിഞ്ഞൊരൻ നാഗങ്ങളായിരം പിന്നെ വീണാതയോ രണ്ടു ധനികന്മാർ പൊട്ടി പോകാതെ വണ്ണം ധരിച്ചു കൊള്ളുക കദ്രുവി കാശീബൻ ഭക്തിയോ കദ്രുവിൻ സന്തതി വേഷാതിരിഞ്ഞൊരൻ നാഗങ്ങളായിരം ഒന്നിനെ പോട്ടി ചുടച്ചോ വിനാദയോ നന്നായി വിളങ്ങിതാ സദൃശ്യത രോഗവും ഒന്നിനെ പോട്ടി ചുടച്ചോ വിനാദയോ നന്നായി വിളങ്ങിതാ സദൃശ്യത രോഗവും സുന്ദരനായ അരുണനും കോപിച്ചു വന്നതിലെന്നുടെ ദേഹം മുഴുവനെ ലോകം നിറഞ്ഞുള്ളൊരു കരിനാഗമേ നിങ്ങൾ സത്യത്തോടെ വന്ന് നിലയിലാകണേ ലോകം നിറഞ്ഞുള്ളൊരു കരിനാഗമേ നിങ്ങൾ സത്യത്തോടെ വന്ന് നിലയിലാകണേ സത്യവും നേരുമുള്ള അഞ്ചുതല രാജാവേ മക്കളെ രക്ഷിപ്പാനോ നിലയിലാകണേ മക്കളെ രക്ഷിപ്പാനോ നിലയിലാകണേ ഒളിക്കണ്ട മടിക്കണ്ട കരിനാഗമേ നിങ്ങൾ ഒളിക്കാതെ മടിക്കാതെ നിലയിലാകണേ കാശീബൻ ഭക്തിയോ കദ്രുവിൻ സന്തതി വേഷാതിരിഞ്ഞൊരൻ നാഗങ്ങളായിരം വേഷാതിരിഞ്ഞൊരൻ നാഗങ്ങളായിരം. ഏഞ്ചൽ ഇതിനെപ്പറ്റിയൊക്കെ പറയൂ. കേരളത്തില് പൊതുവെ പ്രചാരത്തിലുള്ള ഒരു അനുഷ്ഠാന കലയാണ് പുള്ളുവൻപാട്ട്. സർപ്പകോപം മാറാനും സർപ്പപ്രീതിക്കും വേണ്ടിയാണ് ഇത് പാടാറ്. പുള്ളുവ സമുദായക്കാരാണ് ഇത് കൂടുതലായിട്ട് പാടാറ്. അതെ, അവരാണ് പാടി തുടങ്ങിയത് ഇത്, അതല്ലേ? അപ്പൊ ഇത് പുള്ളോർകൂടം അല്ലേ? അത് മറ്റേ വായിക്കുന്ന പുള്ളോർ വീണ. ആ, അപ്പൊ ഇത് എങ്ങനെയാണ് ഇതിന്റെ ഒരു ഈ ഇൻസ്ട്രുമെന്റ് എങ്ങനെയാണ് പ്ലേ ചെയ്യുന്നത്? എന്ത് വെച്ചാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്? ഇത് പശുക്കിടാവിന്റെ തോലാണ് ഇതിന്റെ മുകളിലുള്ളത്. ഇത് കുടം, സാധാരണ കുടം. ഇത് കല്ല്, കുമിഴ് എന്ന് പറയുന്ന മരത്തിൽ എടുത്തിട്ടുള്ള കല്ല്. കുമിഴ്. അതിന്റെ സ്ട്രിങ് ഉണ്ടല്ലേ? ആ, സ്ട്രിങ് ഉണ്ട്. അത് കാലില് വെച്ചേക്കാണല്ലേ? ആ, കാലില് കണക്ടർ ആണ്. എന്നിട്ട് ഇത് ഇങ്ങനെ അമിക്കിട്ടാണ് വലിക്കുമ്പോഴാണ്. ഗുഡ്. ഇതൊക്കെ നമുക്കൊക്കെ അറിയണം, അതുകൊണ്ട് ചോദിച്ചാൽ ഉഗ്രൻ ടോണാണ് കേട്ടോ, അസാധ്യ ടോണാണ്. നമ്മളിത് ഫിലിമിൽ അങ്ങനെ യൂസ് ചെയ്യാന്ന് ഞാൻ ആലോചിച്ചോണ്ടിരുന്നതാ. അതിനിടയ്ക്ക് ഇതൊക്കെ മനോഹരമായിട്ട് പാടി, ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. ബ്യൂട്ടിഫുൾ, വെരി നൈസ്. നല്ല ശബ്ദം, ആ ഇൻസ്ട്രുമെന്റ് ഹാൻഡിൽ ചെയ്യുന്നതൊക്കെ ബ്യൂട്ടിഫുൾ. മൊത്തത്തിൽ കാണാൻ നല്ല രസമുണ്ട്, കേൾക്കാനും. എല്ലാ നന്മയും ഉണ്ടാവട്ടെ ഏഞ്ചൽ. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്.